ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രവി ഇങ്ങനെ ടെൻഷൻ ഇരിക്കുകയാണ്. അവിടേക്ക് നമ്മുടെ ചന്ദ്ര എത്തുന്നുണ്ട്. എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വിശക്കുന്നില്ല എന്ന് പറയും. അന്നേരം ചന്ദ്ര പറയുന്നുണ്ട്, ഓ രേവതി മോളുടെ കൈകൊണ്ട് ഭക്ഷണം വിളമ്പി തന്നില്ലെങ്കിൽ തിന്നില്ല അല്ലേ? CIDകൾ ആ പെണ്ണിനെയും തെരഞ്ഞു പോയതല്ലേ, അവരെപ്പോഴാ വരാന്നൊന്നും അറിയത്തില്ല. പിന്നെ നിങ്ങൾ പട്ടിണി എടുക്കേണ്ടി വരും എന്ന് പറയട്ടോ രവിയുടെ അടുത്ത്. എനിക്ക് വിശപ്പില്ല ചന്ദ്ര, നീ പോയി കഴിച്ചോ എന്ന് പറയുമ്പോൾ അതെന്ത് വിശപ്പില്ലാത്തതെന്ന് ചോദിക്കും. നിന്നോടല്ലേ പറഞ്ഞത് എനിക്ക് വിശപ്പില്ലാന്ന്, നീ ഒന്ന് പോയേ എന്ന് പറയട്ടോ ചന്ദ്രയോട്. അപ്പോഴാണ് നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. അപ്പം ചന്ദ്ര പറയും, ഓ എനിക്കിപ്പോഴാണ് മനസ്സിലായത്, ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ നിങ്ങളെ മോളൊന്നല്ലല്ലോ ഒളിച്ചോടി പോയത് എന്ന് പറയുമ്പോൾ മാളു എനിക്കൊരു അന്യല്ല എന്ന് പറയട്ടെ രവി. അവരിപ്പോ ഓടിപ്പോയി കല്യാണമൊക്കെ കഴിച്ചാണു. എന്തായാലും അതിന്റെ സന്തോഷത്തിലെ അശോകനെ വിളിച്ച ഒരു ബിരിയാണി ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാന്ന് പറയുമ്പോൾ രവി നമ്മുടെ ചന്ദ്രയെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് കേട്ടോ. ഓ ഞാനൊന്നും പറയുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് അകത്തേക്ക് പോവും. അങ്ങനെ അകത്തേക്ക് പോകുന്ന ചന്ദ്ര കാണുന്നത് നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ ഇങ്ങോട്ട് വരുന്ന കേട്ടോ. നിങ്ങൾക്ക് എന്താ ജോലിക്കൊന്നും പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് ജോലിക്കൊന്നും പോകുന്നില്ല, പുറത്തു പോയി ഒന്ന് അടിച്ചു പൊളിക്കാന്ന് വെച്ചു എന്ന് പറയുമ്പോൾ രവി പറയും, ആ മക്കളെ അതാ നല്ലത്, എന്നും ഇപ്പോൾ ജോലി ചെയ്തിട്ട് എന്താന്ന് ചോദിക്കുകയാണേ. സമയത്ത് വർഷയും ശ്രീകാന്തും ഇങ്ങനെ പരസ്പരം ഇങ്ങനെ പറയുന്നുണ്ട്, നീ പറയെന്ന് കാണുമ്പോൾ നമ്മുടെ ചന്ദ്ര ചോദിക്കും, നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അതെ അച്ഛാ, ഞങ്ങൾക്ക് ഒരു ടൂർ പോകാനുള്ള ഒരു ആലോചന ഉണ്ട്. ആഹാ എവിടേക്കാന്ന് ചോദിക്കുമ്പോൾ ആലപ്പുഴയും തേക്കടി എന്ന് പറയും. എന്തിനാ ഇപ്പോൾ ടൂറ് പോയിട്ട് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ചന്ദ്ര. അപ്പോൾ നമ്മുടെ വർഷ തക്ക മറുപടി കൊടുക്കുകയാണ് കേട്ടോ. അതെ ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാ, ഇവിടെ കിടന്നിട്ടേ ഉറക്കം കിട്ടുന്നില്ല, അപ്പൊ നന്നായിട്ട് ഒന്ന് ഉറങ്ങാന്ന് വെച്ചു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയുടെ മുഖമൊക്കെ ഒന്ന് മാറുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ചൂടായിട്ട് പറയും, അതെ നിങ്ങൾക്കൊന്നും ഭക്ഷണം വേണ്ടെങ്കിൽ ഞാൻ പോയി കഴിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോട്ടോ. അന്നേരം ശ്രീകാന്ത് ചോദിക്കും, ഇതെന്താ അച്ഛാ ഇത്, അമ്മ നല്ല ചൂടിലാണല്ലോന്ന്. അത് നമ്മൾ ടൂർ പോവാന്ന് പറഞ്ഞതുകൊണ്ടാ ശ്രീകാന്ത് എന്ന് പറയട്ടെ വർഷ. നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട, നിങ്ങൾ പോയി എന്തെങ്കിലും കഴിക്കാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് രവി അവരെ പറഞ്ഞയക്കുകയാണേ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയും കൂടെ മാളുവിന്റെ വീട്ടിൽ പോയിട്ട് അവരുടെ അമ്മയോടും അച്ഛനോടും സംസാരിക്കാണ് കേട്ടോ. എന്തായാലും അവർ ഇഷ്ടപ്പെട്ടു പോയല്ലോ, ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, അവരുടെ കല്യാണം നടത്തി കൊടുക്ക് എന്ന് പറയാട്ടോ സച്ചി. ഇപ്പോ മാളുവിന്റെ അമ്മ പറയും, മൂത്ത പെണ്ണിനെ വലിയ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വിട്ടെ, അവരൊക്കെ എന്താണാവോ പറയാന്ന്. ഇത് കേൾക്കുന്ന സച്ചി പറയും, അപ്പോ അതാണല്ലേ കാര്യം, അവരൊക്കെ എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോണ്ട, അവരെ ഓടിപ്പോയി കല്യാണം കഴിക്കുന്നതെന്നല്ലല്ലോ, നിങ്ങൾ തന്നെ നടത്തി കൊടുക്കല്ലേ എന്ന് ചോദിക്കാണ് രേവതി. പിന്നെ ആരെന്ത് വിചാരിച്ചാലും എന്താന്ന് രേവതി ചോദിക്കുമ്പോൾ മാളുവിന്റെ അമ്മ പറയും, ആ ചെക്കൻ ഏത് തരക്കാരനാണാവോ, നല്ലവനാണെന്ന് പറഞ്ഞില്ല ആന്റി, ഇനിയിപ്പോ മോശക്കാരനാണെന്ന് തന്നെ കരുതിക്കോ, ഞാൻ കല്യാണത്തിന് മുൻപേ നല്ല ആളൊന്നല്ലായിരുന്നു, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവളെന്നെ മാറ്റിയെടുത്തില്ലേ, അതുപോലെ സാമർത്ഥ്യമുള്ള കുട്ടി തന്നെയാണ് മാളു, അവൾക്ക് അതിന് കഴിയും എന്ന് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ സച്ചി. അങ്ങനെ മാളുവിന്റെ അച്ഛൻ അതിന് സമ്മതിക്കാണ് കേട്ടോ കല്യാണത്തിന് വേണ്ടിയിട്ട്. പിന്നീട് ആ ബീരാനിക്ക ഒരു വീട്ടിലേക്കല്ല പെങ്ങളെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഫോൺ ഓട്ടോയിൽ മറന്നു വെച്ച് പോയിട്ടുണ്ടാവും. ഈ ഓട്ടോ എന്ന് പറഞ്ഞ് പിന്നാലെ ഓടുകയാണ് കേട്ടോ. അങ്ങനെ ആ ഓട്ടോക്കാരൻ നിർത്തി ഫോൺ അങ്ങ് കൊടുക്കുന്ന നേരം നമ്മുടെ സച്ചിയും രേവതിയും കൂടെ മാളുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ അവരുടെ കാറ് കയറുന്നത് വരെ ഈ ബീരാൻകയെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ ആ ഒരു സമയം ബീരാൻ സച്ചിയുടെ മുന്നിൽ പെടാതെ രക്ഷപ്പെടുവാണേ.